ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ചേട്ടാ, ഈ കരിങ്കോഴിനെ കിട്ടുമോ? നിങ്ങൾക്ക് കേരളത്തിൽ എല്ലായിടയ്ക്കും ഡെലിവറി ഉണ്ടോ? കോഴി വളർത്തല്ല കേട്ടോ, ഭയങ്കര നഷ്ടത്തിലേക്ക് പോകും. ഇങ്ങനെ കുറേ ഡൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അത് നമ്മുടെ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എടുക്കുന്ന ഡൗട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ നമ്മൾ ഇതുപോലെ ഡൗട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു വീഡിയോ ചെയ്ത് മുമ്പോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ഒരാഴ്ച ആ ലെവലുള്ള കമൻറ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കൂടുതലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്ത് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു കമൻറ്റ് തോന്നി. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വേറെയും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമുക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഓൾ കേരള ലെവലിൽ നമ്മൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്ന കുറച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അവർ ചോദിക്കുന്നത് പത്തനംതിട്ടയിൽ കിട്ടുമ്പോൾ കണ്ണൂർ എവിടെയൊക്കെ ഡെലിവറി ഉണ്ട്, പിന്നെ കരിങ്കോഴി ഉണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മളെടുക്കുക, ഇപ്പം നമ്മൾ ചിലപ്പോൾ ആ വീഡിയോ ഇടുന്ന സമയം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഗ്രാമശ്രീയും ചിലപ്പോൾ സൊണാലി BB380 ആയിരിക്കും സ്റ്റോക്ക് ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോ കാണുന്നത് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ 1.5 മാസം കഴിഞ്ഞ് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ കാണുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ അന്നേരം അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെടുക്കുക ആ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവുക കൈരളി, ചിലപ്പം വീണ്ടും സൊണാലി ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രാമശ്രീ, അങ്ങനെ ഏതാണ് അന്നേരം പുതിയ ബാച്ച് നമ്മൾ ഇറക്കുന്നത് അതിന് കണക്കായിട്ട് കോഴികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവുക. അപ്പോൾ പരമാവധി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോൺ നമ്പർ ആ വീഡിയോക്ക് താഴെ ഉണ്ടാവും. അപ്പോൾ വിളിച്ചിട്ട് നിങ്ങളൊന്ന് അല്ലെങ്കിൽ ഒന്നുകിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിച്ച് നോക്കുക. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടും. ഓക്കെ. പിന്നെ പത്തനംതിട്ട, പിന്നെ ഇതുപോലെ തന്നെ കണ്ണൂർ എവിടെയൊക്കെ ഡെലിവറി ഉണ്ട് എന്ന് പറയാനുള്ളത്, നമ്മൾ നോർമലി നമ്മുടെ വണ്ടിയല്ല, ഈ പെറ്റ് സർവീസിൻ്റെ വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അവർ വഴിയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവർ ഓൾ കേരള ലെവലിൽ NH ഹൈവേ ഡെലിവറിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറി അങ്ങനത്തെ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏത് വഴിയാണ് വണ്ടി പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ആ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പോയി കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ. പിന്നെ ഈ ഡെലിവറി ചാർജായിട്ട് ഒരു 350 to 400 രൂപ വരെ അവർ ഡെലിവറി ചാർജായിട്ട് എടുക്കുന്നുണ്ട്. ഒരു ബോക്സിൽ നമുക്ക് 20 പീസ് വരെയൊക്കെ അയക്കാൻ പറ്റും. അത് 1 മാസം തൊട്ട് 45 ദിവസം പ്രായ കോഴികളെ മാത്രം കേട്ടോ. ഇപ്പം നേരെ മറിച്ച് 2 മാസമായ കോഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സിൻ്റെ അകത്ത് മാക്സിമം ഒരു 10-12 പീസൊക്കെ അയക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു കപ്പാസിറ്റി ആ ബോക്സിന് അത്രേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കൂടുതൽ കുത്തി നിറച്ചിട്ട് കഴിഞ്ഞാൽ അവസാനം കോഴി നിങ്ങളുടെ സ്ഥലത്തെത്തുമ്പോൾക്ക് ചത്തുപോകും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന കോഴികളെടുത്തുള്ള വേറൊരു ഇത് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ലൈഫ് ടൈം നിങ്ങളെ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ രോഗ കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ മെഡിസിൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാമെന്ന് പറഞ്ഞുതരും. അതല്ലെങ്കിൽ ഡോക്ടറോടോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ കയ്യിൽ കോഴിയെ കിട്ടുമ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെടുക്കുന്ന ബുക്ക് ചെയ്തു ഒരു 10 കോഴിയെ വാങ്ങി അവിടെ എത്തുമ്പോൾ അതിൻ്റെ അകത്ത് 2 കോഴി അങ്ങനെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല നേരെ മറിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കില്ല കേട്ടോ. പിന്നെ പല ആൾക്കുള്ളൊരു ഇതാണ്, നമ്മൾ ഈ കോഴികൾ വാക്സിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ ഒരു മെൻറ്റാലിറ്റി അങ്ങനെ കാണുന്നത്, അതായത് വാക്സിൻ ചെയ്ത കോഴികൾ ഒരു രോഗം വരില്ല. അത് സത്യം പറഞ്ഞൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. വാക്സിൻ ചെയ്ത കോഴികൾ നമുക്ക് എന്താ പറയുക, അത് രോഗപ്രതിരോധ ശേഷി കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഇപ്പം രോഗം വരാനുള്ള ചാൻസ് കുറവായിരിക്കും എന്ന് വെച്ചിട്ട് വാക്സിൻ ചെയ്ത എല്ലാ കോഴികളും രോഗം വരില്ല എന്നല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ എത്ര കോഴികൾക്ക് വാക്സിൻ ചെയ്യുന്നുണ്ട്? അങ്ങനെ ഈ പറഞ്ഞ ഒരു രോഗം കേരളത്തിൽ വരാതിരിക്കേണ്ടതല്ലേ. പക്ഷേ ഈ രോഗപ്രതിരോധ ശേഷി കുറച്ചൊന്ന് കൂട്ടും. അതായത് ആ ഒരു ചാൻസ് കുറവായിരിക്കും. എന്താ പറയുക, രോഗം വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളിപ്പോൾ കോഴിയെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം 100-ൽ 1-2 കേസൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും, ചിലപ്പോൾ കോഴികൾക്ക് അവർ കഴിഞ്ഞതിനുണ്ടായ സംബന്ധിച്ചാൽ കോഴികളെ കൊണ്ടുപോയി ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഇങ്ങനെ കോഴികൾക്ക് രോഗമുണ്ട്, അപ്പോൾ നിങ്ങളെടുക്കുന്ന എടുത്ത കോഴികൾക്ക് പ്രശ്നമാണെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മളെടുക്കുന്ന ഇതുപോലെ ഈ സെയിം ബാച്ചിൽ തന്നെ കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഒന്നും എന്താ പറയണ്ടേ, ഇതുവരെ അവർക്ക് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അവരിങ്ങനെ ഓരോ ഡൗട്ട് ചോദിച്ചൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. പക്ഷേ അവർ എന്നിട്ട് നേരെ നമ്മളെ കുറ്റപ്പെടുത്തുക, നിങ്ങൾ വാക്സിൻ ചെയ്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഈ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഏത് ഫാമേഴ്സ് ആയി കഴിഞ്ഞാൽ അവർ വളർത്ത് 1000, 2000, 10,000 ആ ബാച്ചിലൊക്കെ കോഴി വളർത്തുമ്പോൾ നിങ്ങളെക്കാട്ടും റിസ്ക് ഇവിടെ വളർത്തുന്ന ആൾക്കാർക്കായിരിക്കും. കാരണം ഏകദേശം ഒരു 5000 കോഴിയൊക്കെയുള്ളൊരു ഫാമാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും, അതായത് ഒരു 45 ഡേ 1 മുതൽ ഒരു 45, 60, 70 ദിവസം വരെയൊക്കെ ചിലപ്പോൾ കോഴി അവർ ആ ഷെഡിലുണ്ടാവും. പക്ഷേ വാക്സിൻ ചെയ്യാത്ത കോഴിയൊക്കെ ആണെങ്കിൽ
ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു രോഗം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് 5000 കോഴി അങ്ങ് അടിച്ചു പോകും കൂട്ടുന്നു, കൂട് കാലിയായി പോകും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് എല്ലാ ഭാഗത്തുനിന്നും ചിന്തിക്കണം നമ്മൾ. ഓക്കെ, കാരണം ഒരാൾക്ക് നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത. അപ്പം നമ്മളും നമ്മുടെ സൈഡിൽ നിന്ന് പരമാവധി എല്ലാം ക്ലിയർ ചെയ്യും. പിന്നെ കോഴിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളും പരമാവധി നിങ്ങളുടെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള കെയറിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം ചില ആൾക്കാർ എന്താ പറയണ്ടേ, ഒന്ന് കൃത്യമായിട്ട് നോക്കൂല, പക്ഷെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളെ തലയിലേക്ക് ഇടും. അപ്പോൾ പരമാവധി ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ രോഗം വരൂല അങ്ങനത്തെ ഇതൊന്നും ആർക്കും ഗ്യാരണ്ടി പറയാനൊന്നും പറ്റില്ല. ഒരു കോഴി സെയിൽ ചെയ്യുന്ന ആൾക്കാരും ആർക്കും ഒരു ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മുടെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ രോഗം വരൂല അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം ഇത് ജീവനാണ്, എന്ത് സംഭവിക്കാം. ഓക്കെ, ആകെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളത് പ്രണവാന്ന് തോന്നുന്നു. അതെ, ബീവിത്ത് റേറ്റ് 3 മാസം പ്രായത്തിന് എന്ത് റേറ്റ് ഉണ്ടാകുന്നു? 3 മാസമൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 300-320 രൂപ ഒരു ആവറേജ് ആ റേറ്റിലാണ് നമുക്ക് കോഴികൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾ മാക്സിമം 2 മാസം കൊണ്ട് 2-2.5 മാസം കൊണ്ട് തന്നെ സെയിലായി പോവും. ഓക്കെ, 3 മാസമൊക്കെ ആവാൻ അത്രയായിരുന്നു കോഴി അധികം ഉണ്ടാവില്ല, അതിന് മുമ്പ് തന്നെ അധികം സെയിലായിട്ട് പോകും. പക്ഷെ എന്നാലും 3 മാസം ആയതിന് മിനിമം ഒരു 300-320-330 ആ റേഞ്ചൊക്കെ കൊടുക്കും. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ വീണ്ടും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബീവിത്ത് റേറ്റ് മുട്ടയിടാറായ കോഴികൾക്ക് പാലക്കാട് എത്തിച്ചിരുന്ന എന്ത് വില? ഓക്കെ, ജയ സോമൻസ് എന്നാണ് കാണുന്നത്, അവരാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ പാലക്കാടൊക്കെ നമ്മൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെയാണ് റൂട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡെലിവറി ചാർജ് ഇപ്പോൾ നിങ്ങളൊരു 15 കോഴിയൊക്കെ ആണെങ്കിൽ ഒരു ബോക്സ് നമുക്കൊരു 15 കോഴിയൊക്കെ ഇട്ടയക്കാം. ഒരു 50 ദിവസമൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 15 കോഴിയൊക്കെ അയക്കാം. ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് പറഞ്ഞു. ഇപ്പോൾ ഗ്രാമസൊക്കെ ആണെങ്കിൽ 50 ദിവസമായി, ഒരു 15 കോഴി നമുക്കൊരു ബോക്സിലിട്ട് അയക്കാൻ പറ്റും. ആ ഒരു ബോക്സിന് 400 രൂപ ഡെലിവറി ചാർജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും. അത് എല്ലാ വീഡിയോയ്ക്ക് താഴെ നമ്മൾ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പിന്നെ അടുത്തൊരു ജയലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കമൻറ്റാണ്. ബീവിത്ത് റേറ്റ് എത്ര മാസം പ്രായം? അതായത് ബീവിത്ത് റേറ്റ് നമ്മൾ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം നിങ്ങൾ വിളിക്കുന്ന സമയം ഇപ്പോഴത്തെ ഒരു പ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ 65 ദിവസമാണ്. നിങ്ങളിപ്പം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ബാച്ച് കഴിഞ്ഞ് പുതിയ ബാച്ചാണ് ഉണ്ടാവുക. അപ്പോൾ പുതിയ ബാച്ച് ചിലപ്പോൾ ഉണ്ടാവുക 45 ദിവസം മുതൽ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ആഷിഖിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, കുറച്ച് കൊത്തുമുട്ടകൾ തരാമോ? കൊത്തുമുട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ കിട്ടാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, കാരണം കോഴി അട കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് എല്ലാം ഇപ്പോൾ ഏകദേശം കഴിയാറായി. ഇപ്പോൾ നമ്മൾ തന്നെ എടുത്ത് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിനി. കാരണം ചില സമയം നമ്മളെ കോഴികൾ അടയിരിക്കില്ല, അങ്ങനത്തെ അവർ സ്കിപ്പ് ചെയ്യും ചിലത്. പിന്നെ എനിക്കിതാ ഈ വീഡിയോ ചെയ്യാൻ പ്രധാനമുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ദയവ് ചെയ്ത് ആരും കോഴി വളർത്തരുത്, തെണ്ടും ഒന്നും കിട്ടില്ല. അതായത് ഇതാണ് ഏറ്റവും ഇതായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം അവർ ചിലപ്പോൾ ചെയ്തിട്ട് നഷ്ടത്തിലെത്തിയിട്ടുണ്ടാവും. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരോട് ഞാൻ പറയുന്നത് നഷ്ടത്തിലില്ലാതെ ഏതെങ്കിലും ഒരു ബിസിനസ് മാത്രം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? കാരണം എല്ലാ ബിസിനസ് ആയി കഴിഞ്ഞാൽ അതിന് നഷ്ടങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ കോഴി വളർത്തലെന്ന് വെച്ചാൽ നമ്മൾ വളർത്തി കഴിയുമ്പോൾ ചിലപ്പോൾ മുട്ട നമ്മൾ വിചാരിച്ച റേറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ 7 രൂപ 6 രൂപ ഒക്കെ ആയിരിക്കും ചിലപ്പം മുട്ട വിൽക്കാൻ പറ്റുക. അതുപോലെ തീറ്റച്ചെലവ് പിന്നെയുള്ളത്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കൂട് കാലിയാവൽ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയണ്ടേ, ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ കർണാടക അങ്ങനെ നോക്കുന്നില്ല, കാരണം അവിടെയൊക്കെ വെച്ചാൽ തീറ്റ ചിലവ് കുറവായിരിക്കും. പക്ഷെ എന്നാലും കേരളത്തിൽ എത്രയോ നല്ല രീതിയിൽ മുട്ട കോഴി വളർത്തി മുട്ട സെയിൽ ചെയ്തിട്ട് ചെറിയ രീതിയിൽ വലിയ വരുമാനമൊന്നും ഉണ്ടാക്കുന്നില്ല, എന്നാൽ ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പല ആൾക്കാർ കമൻ്റായിട്ട് തന്നെ ഇടാറുണ്ട്. കാരണം കോഴി വളർത്തൽ വൃത്തിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. ഇപ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും രണ്ടഭിപ്രായം ഉണ്ടാവുമല്ലോ. കാരണം ഈ പറയുന്ന വ്യക്തിക്ക് അതിൽ നിന്നൊന്നും കിട്ടിയില്ല, നഷ്ടം ഉണ്ടായിട്ടുണ്ടാകും, സത്യമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോഴി വളർത്തൽ തരക്കേടില്ലാത്ത രീതിയിൽ മുമ്പോട്ടേക്ക് കൊണ്ടുവന്ന ആൾക്കാരും ഉണ്ട്, അതും മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇനിയും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.